മലയാളത്തിലെ ഏറ്റവും വലിയ പണംവാരി ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമ മഞ്ഞുമ്മൽ ബോയ്സ്. മലയാളത്തിലെ ഏറ്റവും വലിയ പണംവാരി ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമ മഞ്ഞുമ്മൽ ബോയ്സ്. 2024 ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് നേടിയത് ആര്? പ്രതിഭ റേ. 2024 ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് നേടിയതാര്? പ്രതിഭ റേ. ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള സരസ്വതി സമ്മാൻ സാഹിത്യ പുരസ്കാരത്തിന് ഈ വർഷം അർഹനായ മലയാളി? പ്രഭ വർമ്മ. ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള സരസ്വതി സമ്മാൻ സാഹിത്യ പുരസ്കാരത്തിന് ഈ വർഷം അർഹനായ മലയാളി പ്രഭ വർമ്മ. മലയാളത്തിലെ ഏറ്റവും വലിയ പണംവാരി ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമ മഞ്ഞുമ്മൽ ബോയ്സ്. 2024 ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് നേടിയതാര്? പ്രതിഭ റേ. ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള സരസ്വതി സമ്മാൻ സാഹിത്യ പുരസ്കാരത്തിന് ഈ വർഷം അർഹനായ മലയാളി പ്രഭ വർമ്മ. കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സാഹിത്യകാരൻ? കെ അഖിൽ. കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സാഹിത്യകാരൻ കെ അഖിൽ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള ഭാഷയിലെ പുരസ്കാരം നേടിയത് ആര്? ഡോക്ടർ PK രാധാമണി. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള ഭാഷയിൽ പുരസ്കാരം നേടിയത് ആര്? ഡോക്ടർ PK രാധാമണി. മലയാള കഥകളുടെ കന്നഡ മൊഴിമാറ്റം നടത്തി മലയാളം കഥൈഗലു കന്നഡ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരം നേടിയത് ആര്? KK ഗംഗാധരൻ. മലയാളം കഥകളുടെ കന്നഡ മൊഴിമാറ്റം നടത്തി കന്നഡ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരം നേടിയത് ആര്? KK ഗംഗാധരൻ. കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സാഹിത്യകാരൻ കെ അഖിൽ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള ഭാഷയിലെ പുരസ്കാരം നേടിയത് ആര്? ഡോക്ടർ PK രാധാമണി. മലയാളം കഥകളുടെ കന്നഡ മൊഴിമാറ്റം നടത്തി കന്നഡ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരം നേടിയത് ആര്? KK ഗംഗാധരൻ. ICC T20 ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി താരം? സഞ്ജു സാംസൺ. ICC T20 ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി താരം സഞ്ജു സാംസൺ. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകളുടെ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാനത്ത് രൂപീകരിച്ച ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാൻ A. ഷാജഹാൻ. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാനത്ത് രൂപീകരിച്ച ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാൻ A. ഷാജഹാൻ. കേരളത്തിൽ നിന്ന് 3ാം തവണയും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗം ജോസ് കെ മാണി. കേരളത്തിൽ നിന്നും 3ാം തവണയും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗം ജോസ് കെ മാണി. ICC T20 ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി താരം സഞ്ജു സാംസൺ. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാനത്ത് രൂപീകരിച്ച ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാൻ A. ഷാജഹാൻ. കേരളത്തിൽ നിന്നും 3ാം തവണയും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗം ജോസ് കെ മാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം? പത്തനംതിട്ട 63.37%. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം പത്തനംതിട്ട. 70 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന മലയാളി ഹേമചന്ദ്രൻ M. നായർ. 70 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന മലയാളി
ഹേമചന്ദ്രൻ എം നായർ. 2024 SSLC പരീക്ഷയുടെ വിജയ ശതമാനം 99.69%. 2024 SSLC പരീക്ഷയുടെ വിജയ ശതമാനം 99.69%. 46ാമത് അന്റാർട്ടിക്ക ട്രീറ്റ് കൺസൾട്ടേറ്റീവ് മീറ്റിംഗിനു വേദിയാകുന്ന നഗരം കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം പത്തനംതിട്ട 63.37%. 70 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന മലയാളി ഹേമചന്ദ്രൻ എം നായർ. 2024 SSLC പരീക്ഷയുടെ വിജയ ശതമാനം 99.69%. 46ാമത് അന്റാർട്ടിക്ക ട്രീറ്റ് കൺസൾട്ടേറ്റീവ് മീറ്റിംഗിന് വേദിയാകുന്ന നഗരം കൊച്ചി. പൊതുതെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ നിന്നുള്ള പ്രഥമ വിജയം കുറിച്ച ലോക്സഭാ മണ്ഡലം തൃശ്ശൂർ. പൊതുതെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ നിന്നുള്ള പ്രഥമ വിജയം കുറിച്ച ലോക്സഭാ മണ്ഡലം തൃശ്ശൂർ. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ചരിത്ര ജയം നേടിയ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ചരിത്ര വിജയം നേടിയ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. പൊതുതെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി വയനാട്. പൊതുതെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി വയനാട്. പൊതുതെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ നിന്നുള്ള പ്രഥമ വിജയം കുറിച്ച ലോക്സഭാ മണ്ഡലം തൃശ്ശൂർ. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ചരിത്ര ജയം നേടിയ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. പൊതുതെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി വയനാട്. കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു. കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രി OR കേളു. കേരളത്തിൻ്റെ പുതിയ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. കേരളത്തിൻ്റെ പുതിയ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പാർലമെൻ്ററി കാര്യ മന്ത്രി MB രാജേഷ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പാർലമെൻ്ററി കാര്യ മന്ത്രി MB രാജേഷ്. കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു. കേരളത്തിൻ്റെ പുതിയ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പാർലമെൻ്ററി കാര്യ മന്ത്രി MB രാജേഷ്. കേന്ദ്ര മന്ത്രിസഭയിൽ പെട്രോളിയം, ടൂറിസം, പ്രകൃതിവാതകം വകുപ്പുകളുടെ സഹമന്ത്രിയായ മലയാളി സുരേഷ് ഗോപി. കേന്ദ്ര മന്ത്രിസഭയിൽ പെട്രോളിയം, ടൂറിസം, പ്രകൃതിവാതകം വകുപ്പുകളുടെ സഹമന്ത്രിയായ മലയാളി സുരേഷ് ഗോപി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം വടകര 78.41%. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം വടകര 78.41%. കേന്ദ്ര മന്ത്രിസഭകളിൽ ന്യൂനപക്ഷകാര്യം, ഫിഷറീസ്, മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകളുടെ സഹമന്ത്രിയായ സ്ഥാനം ലഭിച്ച മലയാളി ജോർജ് കുര്യൻ. കേന്ദ്ര മന്ത്രിസഭയിൽ ന്യൂനപക്ഷകാര്യം, ഫിഷറീസ്, മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനം ലഭിച്ച മലയാളി ജോർജ് കുര്യൻ. കേന്ദ്ര മന്ത്രിസഭയിൽ പെട്രോളിയം, ടൂറിസം, പ്രകൃതിവാതകം വകുപ്പുകളുടെ സഹമന്ത്രിയായ മലയാളി സുരേഷ് ഗോപി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം വടകര 78.41%. കേന്ദ്ര മന്ത്രിസഭയിൽ ന്യൂനപക്ഷകാര്യം, ഫിഷറീസ്, മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനം ലഭിച്ച മലയാളി ജോർജ് കുര്യൻ. ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ PK വീരമണിദാസൻ. ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ PK വീരമണിദാസൻ.
കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനു 2023 അതായത് 53ാമത് ഓടക്കുഴൽ അവാർഡ് നേടിയ കഥാകാരൻ PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനു 2023 അതായത് 53ാമത് ഓടക്കുഴൽ അവാർഡ് നേടിയ കഥാകാരൻ PN ഗോപികൃഷ്ണൻ. സാഹിത്യ സാമൂഹിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ AV ദാസ് പുരസ്കാരം നേടിയ കഥാകാരൻ M. മുകുന്ദൻ. സാഹിത്യ സാമൂഹിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ AV ദാസ് പുരസ്കാരം നേടിയ കഥാകാരൻ M. മുകുന്ദൻ. ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ PK വീരമണിദാസൻ. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് 2023 അതായത് 53ാമത് ഓടക്കുഴൽ അവാർഡ് നേടിയ കഥാകാരൻ PN ഗോപികൃഷ്ണൻ. സാഹിത്യ സാമൂഹിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ AV ദാസ് പുരസ്കാരം നേടിയ കഥാകാരൻ M. മുകുന്ദൻ. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളി അനാമിക B. രാജീവ്. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളി അനാമിക B. രാജീവ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോകസഭ അംഗം അതായത് 8 തവണ ആയതിനുള്ള റെക്കോർഡ് കുറിച്ച വ്യക്തി. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ ലോകസഭ അംഗം 8 തവണ ആയതിനുള്ള റെക്കോർഡ് കുറിച്ച വ്യക്തി കൊടിക്കുന്നിൽ സുരേഷ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോകസഭ അംഗം അതായത് 8 തവണ ആയതിനുള്ള റെക്കോർഡ് കുറിച്ച വ്യക്തി കൊടിക്കുന്നിൽ സുരേഷ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മാനം 1,00,000 രൂപ നേടിയ സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ KG പൗലോസ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മാനം 1,00,000 രൂപ നേടിയ സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ KG പൗലോസ്. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളി അനാമിക B. രാജീവ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോകസഭ അംഗം അതായത് 8 തവണ ആയതിനുള്ള റെക്കോർഡ് കുറിച്ച വ്യക്തി കൊടിക്കുന്നിൽ സുരേഷ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മാനം 1,00,000 രൂപ നേടിയ സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ KG